സുഗമോദേവി സീരിയലിൻ്റെ ഏറ്റവും പുതിയ പ്രൊമോ റിവ്യൂയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. എരുതിയിൽ എണ്ണ ഒഴിക്കുന്നത് പോലെ ത്യാഗരാജൻ ഏർപ്പാടാക്കിയ ജിൻഡോ എന്ന് പറയുന്ന കൂലിക്കാരൻ അയാളെ ഏൽപ്പിച്ച ജോലി വളരെ ഭംഗിയായിട്ട് നിറവേറ്റിയിരിക്കുന്നു. അതായത് ഋഷിയും ദേവികയായിട്ടുള്ള വീഡിയോസും ഫോട്ടോസും അയാൾ ഉദ്ദേശിക്കുന്ന രൂപത്തിൽ കിട്ടി. ത്യാഗരാജൻ അയച്ചു കൊടുക്കുകയും ചെയ്യുന്നു. നന്ദനെ സംബന്ധിച്ച് ഫുഡ് കഴിക്കണമെന്നും ജോലിക്ക് പോകണമെന്നും ഒന്നും താല്പര്യമില്ല. ദേവിക പറഞ്ഞ കാര്യങ്ങളെക്കുറിച്ച് തന്നെ ആലോചിച്ചുകൊണ്ടിരിക്കുക. മെയിനായിട്ടും വിവാഹ വാർഷിക ദിവസം അവൾ ലേറ്റായിട്ട് വന്നതും അപ്പോഴവൾ പറഞ്ഞ കള്ളത്തരമൊക്കെ ആലോചിച്ചിരിക്കുന്ന അതേ സമയത്താണ് നന്ദൻ്റെ ഫോണിലേക്ക് ഇങ്ങനത്തെ ഫോട്ടോയും കൂടി വരുന്നത്. മനസ്സ് തകർന്നെന്ന് പറഞ്ഞാലും പോരാ, നന്ദൻ്റെ ജീവൻ പോയെന്ന് തന്നെ പറയാം. ഭാര്യയെ അമിതമായിട്ട് സ്നേഹിച്ചിട്ട് അവൾ തന്നെ വഞ്ചിക്കുകയാണെന്ന് അറിയുമ്പോൾ ഏതൊരു നല്ല ഭർത്താവിനും തോന്നുന്ന അതേ വികാരങ്ങൾ തന്നെയാണ് നന്ദൻ്റെ കേസിൽ നന്ദനും ഉണ്ടായിരിക്കുന്നത്. നന്ദനെ കുറ്റം പറയാനും പറ്റില്ല. ദേവിക മറച്ചു വെക്കുന്നത് കൊണ്ടല്ലേ നന്ദൻ മറ്റൊരർത്ഥത്തിൽ അത് തെറ്റിദ്ധരിക്കുന്നത്. പ്രഭാവതിയാണെങ്കിൽ ഇതുവരെ മകനെ കാണാഞ്ഞിട്ട് റൂമിലേക്ക് വരുന്നു, ഫുഡ് കഴിക്കാൻ വിളിക്കുന്നു, അപ്പോഴൊന്നും വേണ്ടെന്ന് പറയുന്നു. കാര്യം എന്താണെന്ന് തിരക്കുമ്പം നന്ദൻ ഒഴിഞ്ഞു മാറിപ്പോകുന്നു. സാമ്പത്തിക പ്രശ്നമാണോ എന്ന് ചോദിക്കുമ്പം അല്ലാന്നും പറഞ്ഞ് അമ്മ എങ്ങനെയെങ്കിലും അവോയ്ഡ് ചെയ്ത് വിടാനൊരുങ്ങുമ്പം പ്രഭാവതി പറയുന്നു, എനിക്ക് ദേഷ്യം വരുന്നു, മര്യാദയ്ക്ക് നടന്ന കാര്യങ്ങൾ തുറന്നു പറയാൻ. നന്ദ അമ്മയല്ലി പറയുന്ന, മോൻ എന്ത് പ്രശ്നം വന്നാലും അമ്മ സോൾവ് ചെയ്തോളാം, ധൈര്യമായിട്ട് തുറന്നു പറയാൻ സ്നേഹത്തോടെ പറയുന്നത് കേട്ടിട്ട് നന്ദൻ എല്ലാം തുറന്നു പറയാൻ തുടങ്ങുന്നു. ആദ്യം പറയണ്ടെന്ന് വെച്ച് മടിച്ച നന്ദൻ തന്നെ വീണ്ടും ക്ഷേത്രത്തിൽ വെച്ച് ഋഷിയും ദേവികയും തമ്മിലുള്ള ഫോട്ടോ തൻ്റെ ഫോണിലേക്ക് വന്ന ആ ഒരു ദൃശ്യം കണ്ട് മനസ്സ് തകർന്ന് എല്ലാ സത്യങ്ങളും പ്രഭാവതിയോട് തുറന്നു പറയുന്നു. അവൾ എന്നെ ചതിച്ചു അമ്മേ, ആ ദേവി അവൾ മറ്റൊരാളുമായിട്ട് ഇഷ്ടത്തിലാണമ്മേ. നന്ദ നീ എന്തൊക്കെയായി പറയുന്നേ? ഒരിക്കലും ദേവി അങ്ങനെയൊന്നും ചെയ്യുന്ന പെൺകുട്ടിയല്ല, എനിക്ക് ഉറപ്പാണ്. നിന്നെ ആരോ തെറ്റിദ്ധരിപ്പിക്കാൻ വേണ്ടിയിട്ട് എന്തോ പറഞ്ഞു തന്നതാ. അല്ലമ്മേ, വിവാഹ വാർഷിക ദിവസം അവൾ ലേറ്റായിട്ട് വന്നതിൻ്റെ കാര്യം ചോദിച്ചിട്ട് അവൾ ഇതുവരെ പറഞ്ഞോ? ഇല്ല. അന്ന് മുതൽ എനിക്കൊരു ഡൗട്ട് തോന്നിയതാ. പിന്നെയും അവളുടെ കണ്ണീര് കണ്ട് എല്ലാം സത്യമായിരിക്കുമെന്ന് വിചാരിച്ച് അവൾ പറഞ്ഞ കള്ളത്തരം ഞാൻ വിശ്വസിച്ചു. അപ്പോഴാണ് എൻ്റെ കാറിൽ ദേവിയും ഋഷിയുമായിട്ട് ചേർന്നൊരു ഫോട്ടോ ആരോ കൊണ്ടുവന്ന് ഇട്ടിട്ട് പോയി. അതിനുശേഷം എൻ്റെ ഫോണിലും ഇതുപോലത്തെ ഫോട്ടോകൾ ആരും അയച്ചു തന്നുകൊണ്ടേയിരുന്നു. എൻ്റെ മനസ്സിലെ സങ്കടം സഹിക്കാൻ പറ്റാഞ്ഞിട്ട് ഞാൻ ഗിരീഷേട്ടനോട് എല്ലാ സത്യങ്ങളും തുറന്നു പറഞ്ഞു. ഗിരീഷേട്ടനും ഞാനും കൂടി ആ ഫോൺ നമ്പർ അയച്ച ആളെ കണ്ടുപിടിക്കാൻ പോയിട്ട് അയാൾക്ക് എൻ്റെ ഫോണിലേക്ക് അയച്ച ഫോട്ടോയായിട്ട് യാതൊരു ബന്ധവുമില്ലെന്ന്. അയാൾ അടുത്തിടയ്ക്കാണ് സിമ്മ് മാറ്റിയെടുത്തത് പോലും. എന്നാലും നീ ദേവിയെക്കുറിച്ച് തന്നെയാണോ മോനെ ഇങ്ങനെയൊക്കെ പറയുന്നത്? ഒരിക്കലും നിങ്ങൾക്കിടയിൽ ഇങ്ങനൊരു പ്രശ്നം ഉണ്ടാകുമെന്ന് ഞാൻ വിചാരിച്ചേ ഇല്ലെന്ന് പ്രഭാവതി പറയുമ്പോൾ ഞാനും കരുതിയിരുന്നില്ല. എൻ്റെ ലോകമെന്ന് പറയുന്നത് ദേവി തന്നെയായിരുന്നു, അതുപോലെ തന്നെയായിരിക്കും അവൾക്കുമെന്നാണ് ഞാൻ കരുതിയത്. എൻ്റെ കരുതലെല്ലാം തെറ്റായിരുന്നെന്ന് ഈ ഇടയ്ക്കാണ് അമ്മ എനിക്ക് മനസ്സിലായെന്ന് പറഞ്ഞുകൊണ്ട് നന്ദൻ വിഷമിക്കുന്നു. മോനെ നീ വിഷമിക്കണ്ട, ദേവി ഇങ്ങ് വരട്ടെ, ആരും അറിയാതെ ഈ പ്രശ്നം ഞാനായിട്ട് ഒത്തുതീർപ്പാക്കി തന്നോളാം. ഞാൻ അവളെ കാണാൻ തന്നെയാണ് ഇപ്പോൾ പോകുന്നത്. അവളും അവനും കൂടി ഇപ്പോൾ ക്ഷേത്രത്തിൽ ഇരിക്കുന്ന ഒരു ഫോട്ടോ ആ അയച്ചു തന്ന ആൾ തന്നെ ഇപ്പോഴും അയച്ചു തന്നിട്ടുണ്ട്. മോനെ നീ എടുത്തുചാട്ടത്തിന് അവിവേകമൊന്നും കാട്ടിക്കൂട്ടരുതേ. ഇല്ല, എന്തായാലും ഞാനും എല്ലാം മനസ്സിലാക്കുന്നു. ഒരു പൊട്ടനല്ലെന്ന് എനിക്ക് തെളിയിക്കണം. അവനെ അവളെയും കൂടി എനിക്ക് നേരി പിടികൂടണം എന്നും പറഞ്ഞുകൊണ്ട് നന്ദനാണെങ്കിൽ പൊട്ടിത്തെറിച്ചുകൊണ്ട് പോകുമ്പോഴത്തേക്കും പ്രഭാവതി ആകെ അങ്ങ് ഷോക്കായിട്ട് നിൽക്കുന്നു. നന്ദൻ പറഞ്ഞ കാര്യങ്ങൾ വിശ്വസിക്കാനാകാതെ. എന്തായാലും പ്രഭാവതിയുടെ സ്വഭാവത്തിൽ ഇതിനെ തുടർന്നൊരു മാറ്റം ഉണ്ടാകത്തില്ലേ? വീണ്ടും പ്രഭാവതിയുടെ സ്വഭാവം പഴയതുപോലെ ആകുമെന്ന് കാത്തിരിക്കേണ്ട കാര്യമാണ്. ദേവിയെ വീണ്ടും ശത്രുപക്ഷത്തേക്ക് കണ്ട് ആ പഴയതുപോലെ ദേവിയുടെ കണ്ണീര് കാണാൻ വേണ്ടി ഓരോന്നും ചെയ്തു വെക്കുമെന്ന് അറിയത്തില്ല. എന്തായാലും ദേവി തന്നെയാണ് ഈ പ്രശ്നങ്ങൾക്കെല്ലാം തുടക്കം കുറിച്ചിരിക്കുന്നത്. അതേസമയം നന്ദൻ പറഞ്ഞിരുന്നുവല്ലോ ഗിരീഷ് മാഷിനോട് എല്ലാം തുറന്നു പറഞ്ഞിട്ടുണ്ടെന്ന്. ആ ഒരു അറിവിൽ രജനിയോട് പ്രഭാവതി വിളിച്ചല്ല തൻ്റെ മനസ്സിലെ വേദന പറയുന്നുണ്ട്. ഞാൻ പറയുന്ന കാര്യം ഒരു കാരണവശാലും മറ്റൊരാൾ അറിയാൻ പാടില്ല, അത് നമ്മുടെ കുടുംബത്തെ ബാധിക്കുന്ന കാര്യമാണ്. എന്താ അമ്മ, എന്താ കാര്യം? നന്ദൻ കുറച്ച് ദിവസമായിട്ട് വിഷമത്തിലാണെന്ന് ഞാൻ പറഞ്ഞില്ലേ? അതിനുള്ള കാര്യം എന്താണെന്ന് അവൻ ഇന്ന് എന്നോട് തുറന്നു പറഞ്ഞു. എന്താ അവൻ്റെ വിഷമം? ദേവികയാണ് ഇനി സ്ഥാനാർത്ഥിയായിട്ട് വരാൻ പോകുന്നതെന്ന് പറഞ്ഞിട്ട് പോലും അവനൊരു സന്തോഷവും ഇല്ല. ദേവി സ്ഥാനാർത്ഥിയായിട്ട് നിൽക്കുന്നതിൻ്റെ വിഷമം വല്ലതും ആണോ? അതൊന്നും അല്ല മോളെ, ദേവിക്ക് മറ്റൊരു ചെറുപ്പക്കാരനുമായിട്ട് അടുപ്പമുണ്ട് പോലും. ആ വിഷമമാണ് അവൻ മനസ്സിട്ടുകൊണ്ട് നടക്കുന്നത്. ഈ കാര്യത്തിൽ നന്ദനെ മാത്രം തെറ്റു പറയാൻ പറ്റില്ല. കാരണം സ്ട്രോങ് തെളിവാണ് അവൻ്റെ കയ്യിലിരിക്കുന്നത്. അതെല്ലാം അവൻ എന്നെ കാണിച്ചു തന്നു. അത് കേട്ട് രജനി ആകെ ഷോക്കാവുന്നു. ദേവിയെക്കുറിച്ച് തന്നെയല്ലേ അമ്മ ഇങ്ങനെയൊക്കെ പറയുന്നത്? ദേവി അങ്ങനെയൊക്കെ ചെയ്യുമോ? അതാ മോളെ എനിക്കും വിശ്വസിക്കാനാകാത്തത്. നന്ദൻ എല്ലാ കാര്യങ്ങളും ഗിരീഷിനോട് പറഞ്ഞു എന്നാണ് എന്നോട് പറഞ്ഞത്. ഗിരീഷ് വല്ലതും മോളോട് പറഞ്ഞിരുന്നോ?
ഇല്ലമ്മ, എന്നോട് ഇതുവരെ ഇതിനെക്കുറിച്ച് ഒന്നും പറഞ്ഞിട്ടില്ല. എന്തായാലും മോളൊന്ന് ചോദിച്ചറിഞ്ഞ് എന്നെ വിളിക്കണം. മറ്റാരും ഇതറിയാൻ പാടില്ല, ഗിരീഷിൻ്റെ അമ്മ പോലും എന്ന് പ്രഭാവതി പറയുന്നു. ഞാൻ നോക്കിക്കോളാം അമ്മ, ഞാൻ ആരുടെയും പറയത്തില്ല, ഞാൻ ചോദിച്ചിട്ട് വിളിക്കാമെന്ന് പറയുന്നു. അങ്ങനെ കോള് കട്ട് ചെയ്തിട്ട് രജനി നേരെ ഗിരീഷിൻ്റെ അടുത്തേക്ക് പോകുന്നു. ഗിരീഷ് ചോദിക്കുന്നു, നിന്റെ മുഖം എന്താ ഇങ്ങനെ വാടിയിരിക്കുന്നത്, എന്തു പറ്റി? അമ്മയെ ഇപ്പോൾ വിളിച്ചത്. അമ്മ ചില കാര്യങ്ങൾ എന്നോട് പറഞ്ഞു, അതിനെപ്പറ്റി ചോദിക്കാനാണ് ഞാൻ ഇപ്പം വന്നത്. ദേവിയുടെ കാമുകൻ ആരാ? അത് കേട്ട് ഗിരീഷ് ആകെ അങ്ങ് ഷോക്കാവുന്നു. ആൻറ്റിയോട് ആരാ ഇങ്ങനെ പറഞ്ഞത്? നന്ദൻ എല്ലാ കാര്യവും അമ്മയോട് തുറന്നു പറഞ്ഞെന്ന്. ആരാ കാമുകൻ? അതിനെപ്പറ്റി ചോദിച്ചാൽ എനിക്കും വ്യക്തമായിട്ട് അറിയില്ല. നന്ദൻ പറഞ്ഞ ചില അറിവ് മാത്രമേ ഉള്ളൂ. ദേവിയോടും കൂടി കാര്യങ്ങൾ തിരക്കാതെ നന്ദൻ പറഞ്ഞ അറിവ് വെച്ച് മാത്രം ഒരാളെ തെറ്റിദ്ധരിക്കാൻ പാടില്ല. അപ്പം രജനി പറയുന്നുണ്ട്, എൻ്റെ നന്ദൻ സംശയരോഗിയൊന്നുമല്ല. അവൻ അത്രമാത്രം ഉറപ്പില്ലാതെ ഗിരീഷേട്ടനോട് വന്ന് ഈ കാര്യങ്ങളൊന്നും പറയത്തുമില്ല. ആ സമയത്ത് നന്ദനാണെങ്കിൽ ഗിരീഷ് മാഷിനെ വിളിക്കുന്നു. അവനും അവളും കൂടി ഒരിടത്തുണ്ട്, ഞാൻ അങ്ങോട്ടേക്ക് പോകുക. നന്ദ, നീ ചുമ്മാ അവിവേകമൊന്നും കാട്ടിക്കൂട്ടരുതേ എന്ന് ഗിരീഷ് ഉപദേശിക്കുന്നു. അതേസമയം ത്യാഗരാജൻ അരുന്ധതിയോട് ചോദിക്കുന്നു, ദേവി വെച്ച് ഇനി മേഡത്തിൻ്റെ അടുത്ത പ്ലാൻ എന്തുവാ? ചന്ദ്രോത്ത് കുടുംബവും പ്രഭാവതിയും തകർക്കണം, അത് തന്നെയാ. അതേസമയം നമ്മുടെ നന്ദനാണെങ്കിൽ ക്ഷേത്രത്തിലെത്തുന്നുണ്ട്. നന്ദനെയും ദേവിയെയും ഒറ്റയടിക്ക് കണ്ടാൽ സംശയം തോന്നുന്ന ആ രൂപത്തിൽ തന്നെയായിരുന്നു രണ്ടാളും കൂടി ഇരുന്ന് സംസാരിക്കുന്നത്. അപ്പോഴത്തേക്കും നന്ദൻ്റെ സംശയം പിന്നെ ഏറിട്ടിരിക്കുന്നു. ദേഷ്യത്തോടെ ദേവിയുടെ അടുത്തേക്ക് ചെല്ലുന്നതും കാണിച്ചുകൊണ്ടാണ് ഇന്നത്തെ എപ്പിസോഡ് അവസാനിക്കുന്നത്. ക്ഷേത്രത്തിൽ വെച്ച് ദേവിയെ എന്തായാലും നന്ദൻ അപമാനിക്കും, ആ കാര്യത്തിൽ സംശയം വേണ്ട, കാത്തിരിക്കാം. എന്തായാലും അരുന്ധതിയും കൂടെ അറിഞ്ഞുകൊണ്ട് തന്നെയാണ് ത്യാഗരാജൻ ഇങ്ങനെയുള്ള കളികൾ കാട്ടിക്കൂട്ടുന്നത്. അത് ദേവിയുടെ ജീവിതത്തെ ബാധിക്കും. കൂടാതെ ചന്ദ്രോത്ത് വീട്ടിനെ ഒന്നടങ്കം അത് തകർച്ചയിലെത്തിക്കുമെന്നുള്ള കാര്യത്തിൽ സംശയം വേണ്ട.